ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫീനിക്സ് കെയറിൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഇനിയും കിടക്കാം. നമ്മൾ ആദ്യമേ ഒരു കാർഡ് ബോർഡിൽ നമ്മുടെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ബോട്ടിലൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കും. തിരിച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ചരിച്ച് മാർക്കർ ഒന്ന് പിടിച്ചിട്ട് ഒരു റൗണ്ട് കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ അതിന് മുകളിലായിട്ട് വെച്ച് വെള്ളവും ഗ്ലൂവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയും ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ആർക്ക് രൂപത്തിലുണ്ടാക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് വളഞ്ഞ രീതിയിലാക്കി എടുത്തിട്ട് നമുക്ക് കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഞാനൊരു 3 ആർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 3ഉം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ വരി വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ ഒന്ന് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആദ്യം ഇത് ഏറ്റവും ചെറിയൊരു ആർക്കാണ് ഇത്, അതുകൊണ്ടാണ് ഇത് ഏറ്റവും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം അതിന് ശേഷം കുറച്ചുകൂടെ വലിയത്, ഏറ്റവും വലിയത് ഏറ്റവും താഴെയായിട്ടെന്ന രീതിയിൽ. ഇപ്പം തന്നെ കാണുന്നവർക്ക് പിടികിട്ടി കാണും എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ. അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മളിനി ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഒരു താഴെയുടെ ഭാഗത്തായിട്ട് വേണ്ടിയ ആർക്ക് ഇപ്പോൾ പിടികിട്ടിയല്ലോ സംഭവം എന്താണെന്ന്. മറ്റൊന്നുമല്ല, നമ്മുടെ കഥകളി തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കാതിൻ്റെ ഭാഗത്തായിട്ടുള്ള 2 റൗണ്ട് കൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ വെട്ടി കട്ട് ചെയ്ത് കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് റെഡ്, ഗ്രീന്, റെഡ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ ലെയർ, ഏറ്റവും താഴത്തേത് വലിയതുമായ ലെയർ നമ്മൾ റെഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം റെഡ് അത് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് അതിൻ്റെ മുകളിലത്തെ ലെയറും പിന്നെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു കോണാകൃതിയിൽ വെച്ചിരിക്കുന്നതും കൂടാണ്. അതിനുശേഷം ഈ റൗണ്ടിലുള്ളതിൻ്റെ ഒരു ലെയർ നമ്മൾ റെഡാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ലെയർ മാത്രമാണ് നമ്മൾ ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് അപ്ലൈ ചെയ്യാതെ ഈ നടുവിൽ കിടന്നിരുന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പം ഗ്രീന്, അതായത് ഡാർക്ക് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീൻ നമ്മൾ ബാക്കി ഭാഗങ്ങളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനിയും അതിൻ്റെ മുഖത്തിന് അടിക്കുന്ന ആ ഒരു ലൈറ്റ് പച്ചയുണ്ടല്ലോ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തിനായിട്ട് കാണാറുള്ള പോലെ തന്നെ ലൈറ്റ് പച്ച കൊടുത്തതിന് ശേഷം നമുക്ക് കൊടുക്കാനുള്ളത് ഗോൾഡൻ കളറാണ്. അതാണ് ഞാൻ കാതിൻ്റെ ആ ഭാഗത്തായിട്ടുള്ളതിന് കാർഡ്ബോർഡിൽ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഗോൾഡൻ കളറ്. അത് 2 സൈഡിലും നമ്മളങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഈ ഗോൾഡൻ തന്നെ ഒരു ചെറിയ രീതിയിൽ ചെറിയൊരു ഡിസൈൻ പോലെ കിരീടത്തിൻ്റെ ഭാഗങ്ങളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ 3 ലെയറിലും അതേപോലെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തും അതിനുശേഷം റൗണ്ടിലുള്ള ഭാഗത്തും നമ്മളിത് ഈ രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് കളറാണ് നമ്മൾ ആർക്കിന് കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിയും റെഡ് കളർ ഉപയോഗിച്ച് നമ്മൾ കാതിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അവിടെ ഒന്ന് റൗണ്ടായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ റൗണ്ടിൽ നമുക്കൊന്ന് ലെയർ പോലെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. മുകളിൽ 2 ലെയറും താഴെ 3 ലെയറുമായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 2 സൈഡിലും കൊടുത്തതിന് ശേഷം ഗ്രീൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ വര പോലെ ഒരു ഡിസൈൻ കണക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ണാണ് വരയ്ക്കുന്നത്.
കണ്ണ് വരയ്ക്കുന്നത് നമുക്ക് കണ്ടിട്ടുള്ള പോലെ തന്നെ ചെവിയുടെ അറ്റത്തേക്ക് വരത്തക്ക രീതിയിലാണല്ലോ സാധാരണ കാണാറ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണിനുള്ള കൃഷ്ണമണി വരച്ചു കൊടുക്കുന്നുണ്ട്. നോസ് ഒന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ ലിപ്പിൻ്റെ കളറ് റെഡാണ് യൂസ് ചെയ്യുന്നത്. അറ്റത്തൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഉള്ളത് അതേപോലെ തന്നെ വരച്ചിട്ട് നമ്മളതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് എടുപ്പിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ നമുക്കിനി ഉള്ളൂ. അപ്പം ലിപ്പിൻ്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗോൾഡൻ ലേസ് കണക്കെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓരോ ഒരു ലെയറായിട്ട് നമ്മൾ കിരീടത്തിൻ്റെ ഭാഗത്ത് കൊടുത്തിരുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇടത്തായിട്ടും നമ്മൾ ഇതേപടി തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഒട്ടിച്ചിട്ട് നമ്മൾ ആ റൗണ്ട് ഷേപ്പിലുള്ളിടത്താണ് ഒട്ടിക്കുന്നത്. ഇവിടെ ഞാൻ ഒട്ടിക്കുക മാത്രമല്ല സ്റ്റാപ്ലറൂടെ പിൻ ചെയ്തുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് അത് പശ ഒട്ടി വരാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം മൊത്തത്തിലൊന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 മിറർ എടുത്തിട്ട് ഈ ചെവിയുടെ ആ ഭാഗത്തായിട്ട് വരുന്ന സംഭവത്തിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി നെറ്റിയിലാണ് ചെയ്യാനുള്ളത്. ഗോപി കണക്കെയുള്ള ചെറിയൊരു കുറി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഉള്ളിലായിട്ട് റെഡ് കളർ യൂസ് ചെയ്യുന്നു, പുറമെ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഭവം സൂപ്പറല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.